ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റോം അറൗണ്ട്. എൻ്റെ പേര് അനിത. നമ്മുടെ തായ്ലൻഡ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് എത്തിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത് തന്നെ മലേഷ്യയിലോട്ട് പോയാലോ. ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് വിസ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് മലേഷ്യ എന്ന് പറയുന്നത്. ഇത് 2026 ഡിസംബർ 31 വരെയാണ് ഇപ്പോൾ ഈ പോളിസി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കൊരു മലേഷ്യൻ ഡിജിറ്റൽ റെയിൽ കാർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് മലേഷ്യയിലോട്ട് പോകാവുന്നതാണ്. ഇത് നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാം. സോ കത്തീവ് MRTയിൽ നിന്ന് നമ്മൾ ക്രാഞ്ചി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഇവിടെ നിന്ന് ഇനി ബൈ ബസ് നമുക്ക് വുഡ്ലാൻഡ് ചെക്ക് പോയിന്റിലോട്ട് പോകണം. നമ്മൾ സിംഗപ്പൂർ ബസ് സർവീസസ് ആണ് ഓപ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 170X എന്ന് പറഞ്ഞിട്ടുള്ള ബസ്സിലും, അതല്ല നമ്മൾ മലേഷ്യൻ ബസ് സർവീസസ് ആണ് ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കോസ്വേ ലിങ്ക് 1 എന്ന് പറഞ്ഞിട്ട് CW1 എന്ന് പറഞ്ഞിട്ടുള്ള ബസ്സിലും നമുക്ക് ട്രാവൽ ചെയ്യാവുന്നതാണ്. $2 അടുത്താണ് നമ്മൾ 170Xൽ ട്രാവൽ ചെയ്യുന്നതിന് ചാർജ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ വുഡ്ലാൻഡ് ചെക്ക് പോയിന്റിലെത്തി. ഇനി ഇവിടെ നിന്ന് പ്രോസസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ ബസ്സിൽ JBയിലോട്ട് ട്രാവൽ ചെയ്യും. ഇവിടുത്തെ പ്രോസസ്സൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ പാസ്പോർട്ടും അതുപോലെ നമ്മളെ ബയോമെട്രിക്കും സ്കാൻ ചെയ്തു. അതൊരു ഹാർഡ്ലി 1 മിനിറ്റൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ വീണ്ടും ബസ്സിൽ ഇനി JB ചെക്ക് പോയിന്റിലോട്ട് പോവുകയാണേ. നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത് ഒരു വീക്കെൻഡിലാണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. ഞങ്ങളിപ്പോൾ ഇത് ഒരു സാറ്റർഡേ ആണ് ട്രാവൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വീക്ക് ഡേയ്സിൽ ട്രാവൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് വലിയ തിരക്കില്ലാതെ തന്നെ പോയിട്ട് വരാൻ കഴിയും കേട്ടോ. ഇവിടുന്ന് JB ചെക്ക് പോയിന്റിലോട്ട് അധികം ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു 10 മിനിറ്റൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. വേൾഡിൽ തന്നെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള ലാൻഡ് ബോർഡർ ക്രോസിംഗ് ആണ് ഈ സിംഗപ്പൂരിൽ നിന്ന് ഈ JBയിലോട്ടുള്ള ഈ ബോർഡർ ക്രോസിംഗ് കേട്ടോ. ഡെയിലി JBയിൽ നിന്ന് സിംഗപ്പൂർ വന്ന് ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഇവിടെ JB ചെക്ക് പോയിന്റിൽ നിങ്ങൾ സിംഗപ്പൂർ പാസ്പോർട്ട് ഹോൾഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ടും ബയോമെട്രിക്കും സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഇമിഗ്രേഷൻ പ്രോസസ്സ് ഫിനിഷ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഈ മലേഷ്യൻ പാസ്പോർട്ട് ഉള്ളവരോ അല്ലെങ്കിൽ ഈ ബോർഡർ പാസ് ഉള്ള ആളുകൾക്കോ QR കോഡ് സ്കാൻ ചെയ്തിട്ടും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഇമിഗ്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ബാക്കി അതർ പാസ്പോർട്ടുള്ള എല്ലാവർക്കും അവിടെ ക്യൂ ഉണ്ടായിരുന്നു. കൗണ്ടറിൽ പോയിട്ട് വേണം നമ്മുടെ ഇമിഗ്രേഷൻ പ്രോസസ്സ് ഫിനിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. തിരക്കുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം നേരം ക്യൂ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. ഇനി നമ്മൾ നേരെ പോകുന്നത് സിറ്റി സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാളിലോട്ടാണ്. തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു മാളാണിത്. നമ്മൾ JBയിലോട്ട് വന്നത് മെയിനായിട്ട് നമുക്ക് കുറച്ച് ഷോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ നേരെ കാണുന്നതാണ് നമ്മുടെ സിറ്റി സ്ക്വയർ മാള്. നമ്മൾ മലേഷ്യൻ ഫുഡൊക്കെ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ നമുക്ക് എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ ടെക്സസ് ചിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഷോപ്പിൽ കയറിയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു. നമ്മളൊരു മെക്സിക്കൻ റാപ്പും അതുപോലെ തന്നെ ഒരു ക്രഞ്ചി ചിക്കൻ കോംബോയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. 45 റിംഗറ്റാണ് നമുക്ക് ഫുഡിനായത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. നമുക്ക് മുഴുവൻ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബാക്കി നമ്മൾ എന്നിട്ട് പാർസൽ ചെയ്യാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അതിനുശേഷം നമ്മൾ നേരെ പോയത് ഡെക്കാത്തലോണിലേക്കാണ്. അവിടെ പോയി നമ്മൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. കുറച്ച് ഷോർട്ട്സ്, പിന്നെ സോക്സുകൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വലിയൊരു ഷോറൂമായിരുന്നേ. നിങ്ങൾക്ക് ഡ്രസ്സസ് ഷോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ഡ്രസ്സസിൻ്റെ ഷോപ്പുകളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പിന്നെ ജ്വല്ലറീസൊക്കെ വിൽക്കുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട്. പിന്നെ നമ്മുടെ പേസ്ട്രീസ്, ബണ്ണ് അങ്ങനെ വിൽക്കുന്ന ഒരുപാട് ഷോപ്പുകൾ, നമ്മുടെ ഇന്ത്യൻ ചിപ്സൊക്കെ വിൽക്കുന്ന കുറേ ഷോപ്പുകൾ, സൂപ്പർ മാർക്കറ്റ്സ്, അങ്ങനെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ഇനി നിങ്ങൾക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഷോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കെച്ചസ്, അഡിഡാസ്, H&Mൻ്റെ ഒക്കെ ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഷോപ്പിങ്ങിനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ മാളിൽ തന്നെ കറങ്ങി കഴിഞ്ഞാൽ കിട്ടും. അതുപോലെ തന്നെ ഗാർഡിയനും വാട്സണും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് കോസ്മെറ്റിക്സ് അങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ സ്കിൻ കെയറിൻ്റെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ ഗാർഡിയനിൽ അവൈലബിൾ ആയിരുന്നു കേട്ടോ. നമ്മൾ ചെക്ക് പോയിന്റിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ മാളിൻ്റെ സെക്കൻഡ് ഫ്ലോറിലോട്ടാണ്. ഫസ്റ്റ് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോറും ആണ് താഴെ കാണുന്നത്. അവിടെ ഇതേപോലെ ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗാർഡിയനിലും വാട്സണിലും കയറിയിട്ട് നമ്മൾ കുറച്ച് ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ കെയർ, കോസ്മെറ്റിക്സ്, ഇനി നമുക്ക് ഫാർമസിയിൽ നിന്ന് വല്ല മെഡിസിൻ അങ്ങനത്തെ കാര്യങ്ങൾ വാങ്ങിക്കണം വെച്ചാൽ അത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒറ്റയടിക്ക് ആ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ അതിന് ശേഷം നമ്മൾ ബ്രാൻഡ് ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിലോട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അതൊരു ഡ്രസ്സിൻ്റെ ഒരു ഷോപ്പാണ്. അവിടെ നമുക്ക് കുറച്ച് അഫോർഡബിൾ ആയിട്ട് അത്യാവശ്യം കളക്ഷനിൽ നമുക്ക് കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. ഹാലോവീൻ ഡേ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ ആണ് ഇന്ന്. അപ്പോൾ ഇതെവിടെ കുറേ ഹാലോവീൻ്റെ മാസ്കുകളും കോസ്റ്റ്യൂമുകളൊക്കെ ഉള്ള ഒരു ഷോപ്പാണ് ഇത്. അതുപോലെ തന്നെ അവിടെ ഒരുപാട് ആൾക്കാർ ഈ ഗോസ്റ്റ് ഹൗസ് പോലുള്ള എന്തൊരു ഗെയിമാണെന്ന് തോന്നുന്നു, അതിലേക്ക് കയറാനായിട്ട് ഒരുപാട് ആളുകളുടെ ക്യൂ നിൽക്കുന്നൊക്കെ ഉണ്ട്. ഇവിടെ പിന്നെ കുറേ ഹാലോവീൻ്റെ ഡെക്കറേഷൻസ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്.
ഈ കാണുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ ചെയ്തു വെച്ചിട്ടുള്ള ഒരു രംഗോലി ഡിസൈനാണ്. പീകോക്കിനെയാണ് അവരങ്ങനെ രംഗോലി വെച്ചിട്ട് വരച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഹാപ്പി ദീപാവലി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ദീപാവലി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്തിട്ടുള്ളൊരു രംഗോലി ഡിസൈനാണ്. അങ്ങനെ അതൊക്കെ കണ്ട് ഇനി നമ്മൾ ഈ മാളിൻ്റെ തൊട്ടടുത്തുള്ള വേറൊരു മാളിലോട്ട് പോവുകയാണേ. കോംത JBCC എന്നാണ് കേട്ടോ ഈ മാളിൻ്റെ പേര്. അത് വളരെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ മാളെന്ന് പറയുന്നത്. ആ മാളിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഈ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മാളിൻ്റെ അവിടേക്ക് എത്താം. അത്രയേ ഉള്ളേ. ഈ മാളും മറ്റേ മാളിൻ്റെ ഒക്കെ പോലെ തന്നെയാണ് കേട്ടോ. ഈ മാളിലും നമ്മുടെ ബ്രാൻഡ് ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. സോ അപ്പോൾ നമ്മൾ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. മറ്റേ സിറ്റി സ്ക്വയറിലുള്ളതിനുള്ള ബ്രാൻഡ് ഔട്ട്ലെറ്റ് എന്നുള്ള ഷോപ്പിനേക്കാളും കുറച്ചും കൂടി കളക്ഷൻ നമുക്ക് ഈ മാളിലെ ബ്രാൻഡ് ഔട്ട്ലെറ്റ് ഷോപ്പിലുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ അവിടേക്ക് ഒന്ന് കറങ്ങി അങ്ങനെ ഈ മാളിലൊക്കെ ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം കറങ്ങുകയൊക്കെ ചെയ്തു. അതിനുശേഷം നമ്മൾ പിന്നെ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. നമ്മൾ സ്ട്രീറ്റിലോട്ട് ഇറങ്ങി. അപ്പോഴേക്കും തന്നെ സമയം ഏകദേശം ഒരു 3:30-4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും വിശക്കാനൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ. നമ്മൾ ലഞ്ച് നമ്മൾ കഴിച്ചത് നമുക്ക് മതിയായപ്പോൾ നമ്മൾ അത് പാർസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളവിടെ ആ സ്ട്രീറ്റിൽ പോയിട്ട് അവിടെ ഒരു സ്ഥലത്ത് പോയിട്ട് ഇരുന്നിട്ട് നമ്മൾ കഴിക്കുകയാണേ. ഈ മാളിൽ നമുക്കങ്ങനെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എന്തായാലും സ്ട്രീറ്റിൽ ഇറങ്ങി അവിടെ ഒരു ബെഞ്ചിൽ പോയിട്ട് ഇരുന്നിട്ട് നമ്മളങ്ങനെ ഫുഡ് കഴിക്കുകയാണ് ഉണ്ടായത്. എന്നിട്ട് പിന്നെ അവിടെ കുറച്ച് നേരം നമ്മളവിടെ ഇരുന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. ഇത്രയും നേരം കറങ്ങി നടന്നതല്ലേ. അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരം ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ വിചാരിച്ചു വെച്ചാൽ ഈ സ്ട്രീറ്റിൽ കൂടെ ഒന്നിങ്ങനെ നടന്ന് നോക്കാം, എന്തൊക്കെയുള്ളത് സ്ട്രീറ്റിൽ എന്തൊക്കെയുള്ളതെന്നൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് നടക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ ചെയ്തത്. സിംഗപ്പൂർ ഒരു ചെറിയ കൺട്രിയാണ് കേട്ടോ. നമ്മുടെ ഒരു കേരളത്തിലൊരു ജില്ലയുടെ വലിപ്പമൊക്കെയാണ് സിംഗപ്പൂർ ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ സിംഗപ്പൂർ ഗവൺമെൻറ് നമ്മളിപ്പോൾ അവിടെ നമ്മൾ വെഹിക്കിളൊക്കെ വാങ്ങുകയാണെന്ന് വെച്ചാൽ അവിടെ അത്യാവശ്യം നല്ല ടാക്സ് കൊടുക്കേണ്ടി വരും. കൂടുതലും അവർ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനാണ് അതുകൊണ്ട് എൻകറേജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മലേഷ്യയിൽ വന്നപ്പോൾ നമുക്കൊരു വലിയ ഡിഫറൻസ് ആയിട്ട് തോന്നിയത് ഇവിടെ നമുക്ക് ധാരാളം വെഹിക്കിളൊക്കെ നമുക്ക് റോട്ടിൽ കാണാം കേട്ടോ. സിംഗപ്പൂരിലതിനൊക്കെ കുറച്ചും കൂടി റോട്ടിൽ തിരക്കും വണ്ടികളൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നേ. മലേഷ്യ അത്യാവശ്യം നല്ലൊരു സ്ഥലം തന്നെയായിരുന്നു കേട്ടോ. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. വളരെ നീറ്റായിരുന്നു. സറൗണ്ടിങ്സ് ഒക്കെ അത്യാവശ്യം നല്ല നീറ്റാണ്. അങ്ങനെ വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് തോന്നിയ ആകെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വെള്ളം പോകുന്നില്ലേ, ഇത് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വലിയ കനാലിൽ കൂടി കേട്ടോ ഈ വെള്ളം പോകുന്നത്. അപ്പോൾ ആ കനാലിൽ നിന്ന് നമുക്ക് ചെറിയൊരു ബാഡ് സ്മെല്ല് അടിച്ചിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് നോക്കുമ്പോൾ മലേഷ്യയിലെ ഈ JB എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിറ്റിയാണ്. JBനെയും സിംഗപ്പൂരിനെയും കണക്ട് ചെയ്യുന്ന ഒരു ട്രാൻസിറ്റ് ലിങ്കിൻ്റെ ഒരു പ്രോജക്റ്റ് ഇപ്പോൾ നടക്കുന്നുണ്ട്. ജോഹർ ബെഹ്റു സിംഗപ്പൂർ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം അഥവാ RTS ലിങ്ക്. ഇതെന്ന് പറയുന്നത് JBനെയും സിംഗപ്പൂരിനെയും കണക്ട് ചെയ്യുന്ന 4 കിലോമീറ്റർ ലോങ് ആയിട്ടുള്ള ഒരു ട്രാൻസിറ്റ് സിസ്റ്റമാണ്. JBയിലെ ബുക്കിറ്റ് ചാഗർ സ്റ്റേഷനും അതുപോലെ തന്നെ സിംഗപ്പൂർ MRTയിലെ വുഡ്ലാൻഡ് നോർത്ത് സ്റ്റേഷനെയും കണക്ട് ചെയ്യുന്ന ഒരു ലിങ്കാണ് ഇതെന്ന് പറയുന്നത്. 2027 സ്റ്റാർട്ടിങ്ങോടുകൂടി തന്നെ ഈ സർവീസ് ആരംഭിക്കുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ അതോടുകൂടി നമുക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാം. അതുപോലെ തന്നെ ഈ കോസ്വേ ലിങ്കിലെ ട്രാഫിക് കൺജഷൻസൊക്കെ കുറയ്ക്കുന്നതിനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതാ നമ്മളിങ്ങനെ ഈ സ്ട്രീറ്റിൽ കൂടെ നടക്കുകയാണ്. ഇവിടെ ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ സൂപ്പർ മാർക്കറ്റുകൾ, റെസ്റ്റോറൻറ്റുകൾ, അങ്ങനെ ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇവിടെ കുറേ കൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒത്തിരി ഇന്ത്യൻസൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ഏരിയയാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മളിവിടെ പിന്നെ ഇവിടെ കുറേ ലൈറ്റൊക്കെ വെച്ച് ഒത്തിരി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സ്ട്രീറ്റൊക്കെ. രാത്രി ആയപ്പോഴേക്കും കുറച്ചുകൂടി ഭംഗിയൊക്കെ ആയി കേട്ടോ കാണാനായിട്ട്. അങ്ങനെ നമ്മളിങ്ങനെ അതുവഴി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണേ. അങ്ങനെ കുറച്ച് ദൂരം കൂടി നമ്മൾ പോയപ്പോൾ നമ്മളവിടെ ഒരു സിഖ് ടെമ്പിൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു സിഖ് ടെമ്പിൾ ഉണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ പിന്നെ ഒരു തമിഴ് ടെമ്പിളും ഉണ്ടായിരുന്നേ. അവിടെയൊക്കെ നല്ല ലൈറ്റൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഇപ്പം നമ്മൾ ഈ നടക്കുന്നത് നമ്മൾ മാളൊക്കെ ഉണ്ടായിരുന്നില്ലേ, ആ മാളിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെയാണ് കേട്ടോ. ഈ മാളൊക്കെ നിൽക്കുന്ന ആ സൈഡിൽ കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൂപ്പർ മാർക്കറ്റുകൾ, മൊബൈൽ ഷോപ്പുകൾ, റെസ്റ്റോറൻറ്റുകൾ, പിന്നെ സലൂണുകൾ, അങ്ങനെയൊക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ കുറച്ച് ദൂരം അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മളവിടെ ഒരു മാർക്കറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നമ്മളെ സിഖ് ടെമ്പിൾ എന്ന് പറഞ്ഞത്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ആ കാണില്ലേ, നിങ്ങൾക്ക് കാണാനുണ്ടോ ലൈറ്റൊക്കെ ഇട്ടിട്ട്, അതൊരു തമിഴ് ടെമ്പിളാണ് കേട്ടോ. ഈ കാണുന്നത് ഒരു തമിഴ് ടെമ്പിളാണേ. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ. ഞങ്ങൾ അമ്പലത്തിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല.
നല്ല തിരക്കുണ്ടായിരുന്നു. ഫുൾ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ആ വെള്ളം പോകുന്ന കനാലാണ് ഈ കാണുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടി നടന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് കണ്ടോ റോഡിലൊക്കെ ഫുൾ ലൈറ്റ്സ് ആയിട്ട്. ഇതാ ദീപാവലിയുടെ ലൈറ്റ്സൊക്കെയാണ് കേട്ടോ. ദീപാവലി ടൈമിൽ ഡെക്കറേറ്റ് ചെയ്ത ലൈറ്റും കാര്യങ്ങളൊക്കെയാണേ. നമ്മളിവിടെ സിംഗപ്പൂരിൽ ലിറ്റിൽ ഇന്ത്യയിൽ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചുകൂടി പോയപ്പോഴാണ് കേട്ടോ നമ്മളിങ്ങനെ ഒരു കുഞ്ഞ് മാർക്കറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറേ ഡ്രസ്സുകൾ, പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ടുള്ള സ്ട്രീറ്റ് ഫുഡ് കാര്യങ്ങൾ അതൊക്കെയായിരുന്നേ. അങ്ങനെ ആ മാർക്കറ്റിൽ കൂടെ നടന്ന് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു സ്ട്രീറ്റിലോട്ട് കയറി കേട്ടോ. പിന്നെ നമ്മൾ ആ സ്ട്രീറ്റിലൂടെ നടക്കുകയാണ്. ആ സ്ട്രീറ്റ് നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറേ ലൈറ്റ്സ് ഒക്കെ ഇട്ട് നന്നായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എൻഡിൽ വന്നപ്പോൾ അവിടെ ഒരു വാളിൽ ചെയ്ത് വെച്ചിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഇതാണ് ആ സ്ട്രീറ്റ്. ഫുൾ സൈഡ് എല്ലൊക്കെ ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെ വെച്ച് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അധികം തിരക്കൊന്നുമില്ല, അങ്ങനെ അധികം വണ്ടിയും കാര്യങ്ങളൊന്നും പോകുന്നില്ല. സൈഡിലായിട്ട് ചില ബെഞ്ചസൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ കുറച്ചൊരു ദൂരം ആ സ്ട്രീറ്റിൽ കൂടെ നമ്മളിങ്ങനെ ചുമ്മാ ഈ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ സ്ട്രീറ്റ് കാണാൻ. ഒരു ചെറിയ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉള്ള ഒരു സ്ട്രീറ്റാണേ. കുറേ കടകളൊക്കെ അടവായിരുന്നു. പിന്നെ ചില റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഓപ്പൺ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇവിടെയും കണ്ടോ, ഇവിടെ ഈ വാളിൽ ഇതേപോലെ ഒരു പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ അവർ വരച്ച് വെച്ചിട്ടുണ്ടേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ തിരിച്ചിനി വീണ്ടും നമ്മൾ നമ്മുടെ മാളിലോട്ട് തന്നെ പോവുകയാണ്. കാരണം നമ്മൾ ഏകദേശം ഇപ്പോൾ സമയം ഏകദേശം 8 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളിനി ഏകദേശം തിരിച്ചു പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോവുകയാണേ. അങ്ങനെ നമ്മൾ തിരിച്ച് മാളിലെത്തി. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമ്മൾ റൈറ്റിലോട്ട് തിരിഞ്ഞാലും നമുക്ക് മാളിലേക്ക് പോകാം, ലെഫ്റ്റിലോട്ട് തിരിഞ്ഞാലും പോകാമെന്ന്. അപ്പോൾ ഈ ലെഫ്റ്റിലോട്ട് വരുമ്പോൾ കാണുന്നതാണ് ഈ കാഴ്ചകളൊക്കെ. ഇവിടെ ഇങ്ങനെ കുട്ടി കുട്ടി ഷോപ്പുകളൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ഈ സ്നാക്സ് അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത്. പിന്നെ ഇതേ ഒരു ഷോപ്പിൽ കുറേ ഹെൽമെറ്റൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കയറുന്നത് ഈ മാളിലോട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഏരിയയിൽ പോയപ്പോഴാണ് നമ്മൾ ഇവിടെ ഒരു ഷോപ്പ് കണ്ടത്. അതൊരു ബുക്ക് ഷോപ്പാണ് പോപ്പുലർ എന്ന് എഴുതിയിട്ടുള്ളത്. അവിടെ ഒരു ക്ലിയറൻസ് സെയിൽ നടക്കുമായിരുന്നു. ഈ മിസ്റ്റർ DIY എന്ന് പറയുന്നത് ഒരു ഹോം ഇമ്പ്രൂവ്മെൻറ്റ് സ്റ്റോറാണ്. ഇവിടെ നമുക്ക് കിച്ചൺ ഐറ്റംസ്, ഹോം ഡെക്കോർ ഐറ്റംസ്, അങ്ങനെ വീട്ടിലോട്ട് വേണ്ട സാധനങ്ങളൊക്കെ കിട്ടുന്നൊരു കടയാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ നേരെ കാണുന്നത് ഒരു ഡ്രസ് ക്ലിയറൻസ് ഷോപ്പാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ തിരിച്ചു പോരാണ്. സമയം ഏകദേശം 9:30 ആയി. ഇതൊരു കുട്ടി ഷോപ്പിംഗ് വ്ലോഗാണ്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ഈ 2 മാളും അങ്ങനെ ഇതിൻ്റെ കുറച്ച് അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ മാത്രമാണ് നമ്മൾ കറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമുക്ക് വേറെ JBയിൽ തന്നെ ബാക്കി സ്ഥലങ്ങളും കൂടി എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.